ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇക്കാടെ 2 സിസ്റ്റർമാരും അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സ്കൂൾ ലീവൊക്കെ അല്ലേ, അതുപോലെ ഒരു സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ വന്നത്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ മസാല ഷവായിക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഫുഡായിട്ട് ഇടിയപ്പവും കറിയായിട്ട് ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ആരെങ്കിലും വീട്ടിൽ വരുന്നതിന് മുമ്പേ എല്ലാം തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം അപ്പോൾ അവരും കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ കിച്ചണിലെ ജോലിയൊക്കെ ആദ്യമേ ഞാൻ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന ടൈം ആയപ്പോഴത്തേക്ക് അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ മസാല ഷവായുടെ മസാലയാണ് കേട്ടോ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. അതിനുശേഷം എല്ലാം നന്നായിട്ട് ചിക്കനിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് മസാല ഇട്ടില്ല, മസാല സെപ്പറേറ്റ് ആയിട്ടൊരു ബൗളിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ആവശ്യത്തിനടുത്ത് കഴിച്ചാൽ മതിയല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു.